ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട തീർത്ഥാടകരെ, ഈ തീർത്ഥാടന സമ്മേളനം സമുദ്ഘാടനം ചെയ്യുന്ന നമുക്കെല്ലാം ആദരണീയനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളെ, എൻ്റെ ആത്മ സഹോദരങ്ങളായ ശുഭാംഗാനന്ദ സ്വാമി, സൂക്ഷ്മാനന്ദ സ്വാമി, ശാരദാനന്ദ സ്വാമി, വിശാലാനന്ദ സ്വാമി, ശങ്കരാനന്ദ സ്വാമി, തീർത്ഥാടന സെക്രട്ടറിയായ അർദംബരാനന്ദ സ്വാമി, വിശിഷ്ട അതിഥികളായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദരണീയനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, SNDP യോഗത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അഡ്വക്കേറ്റ് ജോയി, ചാണ്ടി ഉമ്മൻ MLA-മാർ, വർക്കല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ലാജി, ശ്രീനാരായണ പ്രസ്ഥാനത്തിന് അൽപമായ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗോകുലം ഗോപാലൻ, അതുപോലെ KG ബാബുരാജൻ, അതുപോലെ ഈ തീർത്ഥാടന കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ K മുരളീധരൻ, ശിവഗിരി മഠത്തോട് വളരെ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ഈ തീർത്ഥാടന കാലത്ത് 2-3 ട്രെയിനുകൾ അനുവദിക്കാൻ ഉത്സുകതയോടുകൂടി പ്രവർത്തിച്ച ശ്രീ കൃഷ്ണദാസ്, വർക്കലയുടെ മുൻ MLA ശ്രീ കഹാർ, സ്മിത സുന്ദരേശൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ. എന്നെക്കുറിച്ച് പൊതുവേ പറയാറുണ്ട് അധിക പ്രസംഗിയാണ് എന്ന്. പക്ഷേ ഇന്നത്തെ ഞാൻ യോഗത്തിൽ അധിക പ്രസംഗമായി ഒന്നും പറയുന്നില്ല. ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളുടെ സ്വാഗത പ്രാസംഗികനായ ശുഭാംഗാനന്ദ സ്വാമി നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ, അതിൽ കേരളത്തിൽ നിരവധി മുഖ്യമന്ത്രിമാരൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആവശ്യമായ സംഭാവനകൾ ചെയ്യുവാൻ ഭരണതലത്തിൽ ഇരുന്നു കൊണ്ട് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിച്ച പ്രിയങ്കരനായൊരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും വിസ്മൃതിയിലാണ്ട് പോയാലും ശ്രീനാരായണ സമൂഹം ഒരിക്കലും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യവും അതുപോലെ ഗുരുദേവൻ്റെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതും ശിവഗിരിയുടെ വികസനത്തിന് വേണ്ടിയൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ശിവഗിരി മഠവും ശ്രീനാരായണ പ്രസ്ഥാനവും ഒരിക്കലും മറക്കില്ല. അങ്ങയെ ശ്രീനാരായണ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ്. ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഗുരുദേവൻ എടുത്തു കളഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ ശ്രീനാരായണീയ സമൂഹം പലതിലും ഭാഗമാക്കുകളാവുകയും പല കാര്യങ്ങളിലും കയ്യും കെട്ടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. കേരളത്തിൽ മനുഷ്യൻ്റെ പേരിൽ യാഗങ്ങൾ നടത്തുക, മനുഷ്യ മാംസം ഹോമിക്കുന്ന രൂപത്തിലുള്ള യാഗങ്ങൾ നടത്തുക തുടങ്ങിയ അന്ധാചാരങ്ങളിലേക്ക് പോലും നമ്മുടെ രാജ്യം വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോത്സ്യവും പ്രശ്നവും അന്ധവിശ്വാസങ്ങളുമാണ്. ശ്രീനാരായണ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഇതിലൊക്കെ ചെന്ന് വീഴുകയാണ്. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി മുഹൂർത്തം നിശ്ചയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി ഇനി മുഹൂർത്തം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ മഹാത്മാവാണ്.
ആ മഹാഗുരുവിൻ്റെ അനുയായികളായിരിക്കുന്ന ആളുകൾ ഒരിക്കലും അന്ധാചാരങ്ങളിലും അനാചാരങ്ങളിലും ജ്യോത്സ്യൻ്റെയും പ്രശ്നകാരിയുടെയും ഒക്കെ വഴിയെ പോകുന്നവരായി തീരുവാൻ പാടുള്ളതല്ല. അതുപോലെ ഗുരുദേവൻ അരുവിപ്പുറത്തും ശിവഗിരിയിലും ആലുവായിലുമൊക്കെ സ്ഥാപനങ്ങൾ, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് സ്ഥാപിച്ചു തന്നപ്പോൾ അവിടെ എല്ലാവർക്കും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം അനുവദിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മറ്റ് മതക്കാർക്ക് പ്രവേശനമില്ല. ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പോലും അത് പിന്തുടർന്ന് കാണുമ്പോൾ വലിയ ഖേദം തോന്നുന്നു. അതിനേക്കാൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു. അത് തിരുത്തിയേ മതിയാകൂ. ശിവഗിരി മഠത്തിൻ്റെ മാർഗനിർദ്ദേശം അതാണ്. ബഹുമാനപ്പെട്ട SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ ശിവഗിരിയിൽ വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ ഉടുപ്പ് ഊരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല. പിന്നെ ഉടുപ്പ് ഊരിയെ കയറാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ ശ്രീനാരായണ പാരമ്പര്യം പിന്തുടരുന്ന ചില വൈദികന്മാരുമുണ്ട്. അത് മനസ്സിലാക്കി പ്രതികരിക്കുവാൻ, അന്ധാചാരങ്ങളെ ദൂരീകരിക്കുവാൻ ശ്രീനാരായണ സമൂഹം ഉണർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ്. അതുപോലെ ഇവിടെ ശുഭങ്കൻ സ്വാമി സൂചിപ്പിച്ചു വത്തിക്കാനിൽ നടന്ന ലോകമത പാർലമെന്റിനെ സംബന്ധിച്ച്. ആലുവ സമര സമ്മേളനത്തിൻ്റെ ശതാബ്ദി ഭാരതത്തിനകത്തും പുറത്തും ലോകമൊട്ടാകെ സംഘടിപ്പിക്കണമെന്ന് ശിവഗിരി മഠം തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള സമ്മേളനങ്ങൾ നടത്തി വരികയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ശിവഗിരി മഠത്തിലെ അംഗമായ വീരേശ്വരാൻ സ്വാമി എന്നെ സമീപിച്ചിട്ട്, സ്വാമി ഞാനിന്ന് വത്തിക്കാനിൽ ചാണ്ടി ഉമ്മൻ, അതേപോലെ KG ബാബുരാജൻ ഇവരെയും കൂട്ടി പോകാൻ ആഗ്രഹിക്കുന്നു. സ്വാമി ഒരു കത്ത് തന്നാൽ അവിടുത്തെ കർദിനാൾമാരുമായിട്ടും പറ്റുമെങ്കിൽ മാർപ്പാപ്പയായിട്ടും കണ്ട് സംസാരിച്ചു നോക്കാം. അങ്ങനെ വീരേശ്വരാൻ സ്വാമിയുടെ ശ്രമഫലമായി എൻ്റെ കത്തുമായി വത്തിക്കാനിൽ ഈ മൂവരും കൂടി പോവുകയും മാർപ്പാപ്പയെ കാണുകയും മാർപ്പാപ്പയെ കാണുന്നതിന് വേണ്ടി സഹായകമായ നിലപാടുകൾ സ്വീകരിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഒരച്ഛൻ ശ്രീ കൂവക്കാട് റവറൻഡ് ഫാദറാണ്. ആ സഹായത്തോടു കൂടി വത്തിക്കാനിൽ മാർപ്പാപ്പയെ കണ്ട് അനുവാദം വാങ്ങി നവംബർ മാസം 30-ാം തീയതി മാർപ്പാപ്പയുടെ അനുവാദമുണ്ടായി. അങ്ങനെ സർവ്വത സമ്മേളനം വത്തിക്കാനിൽ വെച്ച് ഗംഭീരമായി നടന്നു. മാർപ്പാപ്പ നമ്മളോടൊപ്പം 1.5 മണിക്കൂർ നേരം ചെലവിട്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗം അച്ചടിച്ച് അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. അത് അന്തരീക്ഷത്തിൽ മാഞ്ഞു പോവുകയല്ല ചെയ്തത്. ക്രിസ്തുദേവന്റെ ജീവിച്ചിരിക്കുന്ന പ്രതിപുരുഷനായ ആ മഹാത്മാവ് ചെയ്ത പ്രസംഗത്തിൽ ലോകമൊരു കുടുംബമാണെന്ന് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചു. ശ്രീനാരായണ ഗുരു തൻ്റെ ജീവിതം മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചു.
ലോക സമാധാനത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം എത്രയും സഹായകമാണ്. മാർപ്പാപ്പയുടെ ആ പ്രഖ്യാപനം കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ പ്രകമ്പനം കൊണ്ടു ഗുരുവിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായകമായി. അങ്ങനെ ഈ സർവ്വമത സമ്മേളനം നടത്തുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നവരിൽ ഈ KG ബാബുരാജ്, അദ്ദേഹമാണ് സാമ്പത്തികപരമായിട്ടുള്ള ചെലവൊക്കെ വഹിച്ചത്. അതുപോലെ മഹാനായ ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ, ഈ രണ്ടുപേരെയും ശിവഗിരി മഠം ഒരിക്കലും മറക്കില്ല. ഇങ്ങനൊരു വിശ്വോത്തരമായ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് ശിവഗിരി മഠവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ശ്രീ ചാണ്ടി ഉമ്മൻ, വാസ്തവത്തിൽ അദ്ദേഹം ശിവഗിരി വന്നാൽ വൈദിക മഠത്തിൽ പോയി കുറേ നേരം ധ്യാനിച്ചിരിക്കും, ഞങ്ങളെ ആരെയും അറിയിച്ചല്ല. അടിയുറച്ചൊരു ഗുരുഭക്തൻ. ഇന്നലെ പദയാത്ര കോട്ടയത്ത് നടന്നപ്പോൾ ശിവഗിരിയിലേക്ക് വരുന്ന പദയാത്രയിൽ അദ്ദേഹം 4-5 കിലോമീറ്റർ ദൂരം നടന്നു. അങ്ങനെ ഒരു ആദർശ ജീവിതം നയിക്കുന്ന ചാണ്ടി ഉമ്മൻ അവിടെ ഈ ലോക മത സമ്മേളനം സംഘടിപ്പിക്കാൻ വലിയ സഹായം നൽകി. ബാബുരാജിനെ സംബന്ധിച്ച് ശിവഗിരിയുടെ ഏറ്റവും അടുത്ത ആത്മബന്ധു അദ്ദേഹവും വളരെ വളരെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഈ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ശ്രീ മുരളീധരൻ, ആ മുരളീധരനാണ് വാസ്തവത്തിൽ ഗുരുദേവന് ഉപരിപഠനം നടത്തിയ ചേവണ്ണൂർ കളരി ഏറ്റെടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ശിവഗിരി മഠത്തിൻ്റെ ശാഖാസ്ഥാപനമാക്കി മാറ്റിയെടുക്കുവാൻ വലിയ സംഭാവനകൾ ചെയ്തു. അങ്ങനെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ഗോകുലം ഗോപാലനടക്കം, സുരേഷ് കുമാർ അടക്കം, ഇവരെല്ലാവരും ശിവഗിരിയോട് ചേർന്ന് നിന്ന് ഇന്ന് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഗുരുദേവ സന്ദേശ പ്രചരണം നിർവഹിക്കുന്നതിൽ എല്ലാവരും ഒരുപോലെ ശിവഗിരിയോട് കൈകോർത്ത് നിൽക്കുന്ന ഒരനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. മുഖ്യമന്ത്രിയും ശ്രീ വാസവൻ മന്ത്രിയും അതുപോലെ മറ്റുള്ള മന്ത്രിമാരും എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനോട് സ്നേഹവും ഭക്തിയും ആദരവും വെച്ച് പുലർത്തുന്നവരാണ്. ശ്രീനാരായണ ഗുരുദേവ സന്ദേശ പ്രചരണം അതിലേറ്റവും പ്രാധാന്യം കൊടുത്ത് ആ കാര്യത്തിൽ ദത്തശ്രദ്ധരായി കഴിയുന്നവരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ 62ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം ഇവിടെ കൊണ്ടാടുന്നത്. ഈ വർഷത്തെ തീർത്ഥാടന പരിപാടി ഡിസംബർ 15-ാം തീയതി ആരംഭിച്ചു. അത് ജനുവരി 5-ാം തീയതി വരെ നീണ്ടു നിൽക്കും. 20 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഇവിടെ വലിയ ജനക്കൂട്ടമുണ്ട്. അതിഗംഭീരമായി ശിവഗിരി തീർത്ഥാടന മഹാമഹം കൊണ്ടാടപ്പെടുകയാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പനയിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്നതിൽ ശ്രീനാരായണ സമൂഹം എത്രയും ശ്രദ്ധാന്വിതരായിരിക്കണം എന്നുള്ളതാണ്. ഇത് പറയുവാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ വന്ന പദയാത്രകളിൽ ഒരു പദയാത്രയുടെ ബാനറിൽ ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്ര എന്ന് കണ്ടു. ഇന്നിപ്പോൾ നമ്മൾ തീർത്ഥാടന ഘോഷയാത്ര നടത്തി. തീർത്ഥാടന ഘോഷയാത്രയിലും ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്ര. വേറൊരു ബാനറിൽ കണ്ടത് ശിവഗിരി അരുവിപ്പുറം തീർത്ഥയാത്ര. ഇനിയും ഒരു ബാനറിൽ കണ്ടു ശിവഗിരി ചെമ്പഴന്തി അരുവിപ്പുറം തീർത്ഥയാത്ര. വാസ്തവത്തിൽ ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. ഗുരുദേവന്റെ കൽപ്പന ശിവഗിരി തീർത്ഥാടനം എന്നാണ്. ആ ശിവഗിരി തീർത്ഥാടന മഹാമഹത്തോട് മറ്റൊരു ഏച്ചുകെട്ടൽ പാടുള്ളതല്ല. അത് ശ്രീനാരായണ സമൂഹം ശ്രദ്ധിക്കണം. ഗുരുവിൻ്റെ ഉപദേശങ്ങളിൽ, ഗുരുവിൻ്റെ ദർശനത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്നതിൽ ശ്രീനാരായണ സമൂഹം ഏറെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കട്ടെ. ഈ യോഗത്തിൽ വന്ന് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന
മുഖ്യമന്ത്രിക്കും വാസവൻ മന്ത്രിക്കും ശിവഗിരിയുടെ ആത്മബന്ധുക്കൾക്കും SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള എല്ലാവർക്കും ശിവഗിരി മഠത്തിൻ്റെ പേരിലുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും ഇവിടെ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമോവാകം. ഈ തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ആദരവോടെ ക്ഷണിക്കുന്നു.